ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കടുക്ക ഫ്രൈ ആണ്. അതിനായിട്ട് നമ്മൾ ആദ്യം കടുക്ക നല്ലതുവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമ്മളൊരു ചീൻചട്ടി എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലോട്ട് ജീരകവും ഉലുവയും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണം. നല്ല സ്വാദാണ് കേട്ടോ ഈ ഒരു കടുക്ക ഫ്രൈക്ക്. ഇത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മളുടെ കടുക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് മുളക് പൊടി, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം, കുറച്ചിഷ്ടമുള്ളവർക്ക് കുറച്ചിടാം. ഞങ്ങളിവിടെ എല്ലാവരും ഒരുപാട് എരിവ് കൂട്ടുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുവണ്ണം ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് വേവി അതിലുള്ള വെള്ളം വറ്റുന്നത് വരെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ചും കൂടി മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഒരുപാട് മുളക് കൂട്ടുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും തോനെ മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ആദ്യത്തെ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ വേവിക്കണം. ഇനി ഇതൊന്ന് നമ്മളൊന്ന് തുറന്ന് ഒന്നൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് വറ്റുന്നത് വരെ നമ്മളിങ്ങനെ തുറന്നും ഇളക്കിയും അടച്ചും നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് തുറന്ന് നോക്കിയപ്പം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇതിനി നമ്മൾ ഒരു വട്ടം കൂടി ഒന്ന് അടച്ച് വേവിക്കുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നല്ല അലിഞ്ഞ് രുചിയായി ചേർന്നോളും കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇത് തുറന്ന് നോക്കിയാൽ നമ്മളുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് കടുക്കയെല്ലാം നല്ലതുവണ്ണം വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ലതുവണ്ണം നമുക്ക് ഇളക്കി ചെയ്യാം. എല്ലാവരും നമ്മളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. ഇതൊന്നായിട്ട് നല്ലതുവണ്ണം ഞാനൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ വീണ്ടും അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഇത് തുറക്കുമ്പോൾ കിട്ടുന്ന ആ സ്മെല്ലുണ്ടല്ലോ, ഓ, വളരെ അധികം രുചിയേറിയ സ്മെല്ലാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ചോറിന് കുറച്ച് ഈ കടുക്ക ഫ്രൈ എടുത്താൽ നമുക്ക് ഒരുപാട് ചോറ് വയറ് നിറയെ കഴിക്കാൻ കഴിയും. അത്രക്കും സ്വാദിഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ. ഇതൊന്ന് നല്ലതുവണ്ണം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കൂന്തൽ ഫ്രൈ.